വന്യമൃഗങ്ങൾക്ക് കൊടുക്കുന്ന ഒരു പരിഗണനയും മനുഷ്യജീവനില്ല എന്നുള്ളത് ഈ നാട് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണ്. ഇവിടെ ഈ കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയിൽ 8 പേരാണ് ഇവിടെ വന്യമൃഗ ആക്രമണത്തിൽ. അതിനെ പ്രതിരോധിക്കുവാനായി കർഷകർ പ്രതിരോധം തീർക്കുമ്പോൾ അത് ഇത്തരത്തിലുള്ള വലിയ അപകടത്തിൽ കലാശിക്കുകയാണ്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം പന്നിക്ക് വേണ്ടി വെച്ച ഒരു കുരുക്കാണ്. പക്ഷേ എന്തിനു വേണ്ടി കർഷകർ ഇത് ചെയ്യുന്നു? കർഷകരുടെ അവസ്ഥ എന്താണ്? അവർക്ക് ജീവിക്കാൻ മാർഗമില്ലാതെ കർഷകർ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. ഇത് ഈ നാട് നേരിടുന്ന, ഞാൻ ഈ നിലമ്പൂരിൽ വന്ന് ഈ ദിവസത്തിനിടയിൽ എല്ലാ മേഖലയിലും ഏറെക്കുറെ 5 പഞ്ചായത്തുകൾ ഈ വലിയ വന്യമൃഗശല്യത്തിൻ്റെ പ്രശ്നത്തിലാണ്. ഇതിനാരും പരിഹാരം കാണാൻ ഇവിടെയില്ല. കേന്ദ്ര നിയമത്തിൻ്റെ കുഴപ്പമാണെന്ന് പറയുന്ന പിണറായി സർക്കാർ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇവിടെ ഒറ്റ ചോദ്യമുള്ളൂ. ഇവിടെ 70കളിലും 60കളിലും ഇതിനേക്കാൾ കൂടുതൽ വന്യമൃഗങ്ങളുള്ള കാലത്ത് ഇവിടെ വന്ന് ഇതിനെല്ലാം വെട്ടിപ്പിടിച്ച് കുടിയേറിയ കർഷകരാണ് ഇവിടെയുള്ളത്. ആ കാലം ഈ കാലമായിട്ട് ഒരു വ്യത്യാസമുള്ളൂ. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നിലപാട് കർഷകർക്കെതിരെ അന്നതില്ലായിരുന്നു. ഇവിടെ മാന്യമായ കൃഷി നടന്നിരുന്നു. അവരുടെ കയ്യിൽ തോക്കുണ്ടായിരുന്നു. അവരുടെ കൃഷിയെ സംരക്ഷിക്കാൻ കഴിഞ്ഞിരുന്നു. അന്നത്തെ കാലവും ഇന്നുമായിട്ട് ഒരൊറ്റ വ്യത്യാസമുള്ളൂ. ഇവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ നിലപാടുകളാണ് ഇപ്പോഴും വിശ്വസിക്കുന്നത്. ഫോറസ്റ്റിന്റെ വീഴ്ചയാണ് ഇത്തരമൊരു അപകടത്തിലേക്ക്. ഫോറസ്റ്റിന്റെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങളാണല്ലോ ഈ വന്യമൃഗശല്യം. ഇതിനെ പ്രതിരോധിക്കാൻ ജനങ്ങളുണ്ടാകുന്ന പ്രശ്നങ്ങൾ. ഇപ്പോൾ ആരെങ്കിലും കൊല്ലണമെന്ന് വെച്ചാൽ ഒരു കർഷകൻ ആ കറണ്ട് വെക്കുമോ? നാളെ സംഭവിക്കാൻ പോകുന്നത് എങ്ങനെയാണ്? ഈ കറണ്ട് വെച്ച കർഷകൻ കൊലപാതക കേസിൽ പ്രതിയാകുകയാണ്. എന്ത് ഉദ്ദേശത്തിലാണ്? അയാളുടെ ഇന്റൻഷൻ എന്താണ്? അയാളെ കൃഷി സംരക്ഷിക്കാൻ ചെയ്താകാം. പക്ഷേ അവിടെ ഒരു കുട്ടി കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. ഇതിൻ്റെ കുഴപ്പം എവിടെയാണ് നിൽക്കുന്നത്? എന്തുകൊണ്ട് ആ കർഷകൻ അത് ചെയ്തു? ശരിയാണ്, അയാൾ ചെയ്തതിനെ ന്യായീകരിക്കല്ല. അയാൾ ചെയ്തതിൻ്റെ ഒരു കുട്ടിയുടെ ജീവൻ പോയിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും എന്തുകൊണ്ട് ആ കർഷകൻ ചെയ്യേണ്ട വന്നു? അത് ഇവിടുത്തെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അവരവരുടെ ജോലി ചെയ്യാത്തതിൻ്റെ പരിണിത ഫലമാണ്. ഞാൻ ഓർമ്മിച്ച് പറയുന്നു, ഏത് നിയമമാണ് നിങ്ങൾ ആ ഫോറസ്റ്റ് ആക്ട് സെക്ഷൻ 11(1)A എന്നോടൊന്ന് വായിച്ചു നോക്കണം. ഹണ്ടിങ്ങിന് പെർമിഷനുണ്ട്. മനുഷ്യജീവന് ഒന്നും വേണ്ട. സെക്ഷൻ 2, അതായത് മനുഷ്യജീവന് അല്ലെങ്കിൽ സ്വത്തിനും ആപത്കരമായ സാഹചര്യത്തിൽ വേട്ടയാടാൻ നിയമമുണ്ട് ആക്ടിൽ. അത് പിണറായിക്ക് മാത്രമേ മനസ്സിലാകത്തുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, 1960കളിലും 2021 തമ്മിലുള്ള വ്യത്യാസം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആറ്റിറ്റ്യൂഡേ ഉള്ളൂ. ഇതിനേക്കാൾ കൂടുതൽ മൃഗങ്ങളുള്ള കാലത്ത്, ഇതിനേക്കാൾ കൂടുതൽ വനമുള്ള കാലത്ത് ഇവിടെ വന്ന് കുടിയേറിയാലാണ് ഈ കുടിയേറ്റ കർഷകർ. അന്ന് ഈ പ്രശ്നമില്ല.